വളരെ വിശാലമായിട്ടുള്ള കിച്ചൺ കളർ സെലക്ഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതെ, ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറി. ഇത് ഫുൾ WPC-ലാണ് നമ്മൾ ചെയ്തേക്കണേ. ഫുൾ WPC-ലാണ്. മറൈൻ പ്ലൈവുഡ് പ്ലസ് WPC വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? സെറ്റാണ്. വളരെ നമസ്കാരം. നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നിറവും അതുപോലെ പ്രൊഡക്റ്റും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്നങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കളറുകൾ സെലക്ട് ചെയ്ത് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് പൂന്തുറയിൽ സെൽവൻ സാറിൻ്റെയും ഫാമിലിയുടെയും വീടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിക്കോഡി ഇൻറ്റീരിയേഴ്സാണ് ജോജിയുടെ. എനിക്കൊന്ന് ജോജിയുടെ തന്നെ 6ാമത്തെ 7ാമത്തെ വീഡിയോയാണ്. കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ്. പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്റെ ജോജി ഉണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. വീണ്ടും ഇച്ചിരി ഡിസ്റ്റൻസ് കൂടി. അതായത് തിരുവനന്തപുരം പൂന്തുറ, എനിക്ക് തോന്നുന്നു നമ്മുടെ കടലിനോടൊക്കെ അടുത്ത് കിടക്കുന്ന പൂന്തുറ എന്നാണ് സ്ഥലത്തിന്റെ പേര്. സെൽവൻ സാറിന്റെയും ഫാമിലിയുടെയും വീടാണ്. ആള് ഗൾഫിലാണ്. ആളെ ലാസ്റ്റ് കാണാം. ജോജി, നമുക്ക് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഒരെണ്ണം വിശാലമായിട്ടുണ്ട്. നമ്മുടെ മൂവാറ്റുപുഴയിലുണ്ടായിരുന്നു ഒരു വലിയ വീടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള കിച്ചൺ കളർ സെലക്ഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതെ, ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറി. അതായത് പൂർണ്ണമായിട്ട് ഏതാ ചെയ്തിരിക്കുന്നത്? ഇത് ഫുൾ WPC-ലാണ് നമ്മൾ ചെയ്തേക്കണേ. ഫുൾ WPC-ലാണ്. ഒരു കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് WPC തന്നെയാണ് മെറ്റീരിയൽ ചൂസ് ചെയ്തത്. നമ്മൾ WPC ആക്സസറീസ് എല്ലാം തന്നെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന GTPT ഉൾപ്പെടെ അതുപോലെ തന്നെ പ്രോ ലിഫ്റ്റ് കൊടുത്തു. GTPT അതിന് പ്രോ ലിഫ്റ്റും കാര്യങ്ങളും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പർ ആൻഡ് ലോവർ യൂണിറ്റ് ആവശ്യം വേണ്ട ആക്സസറീസ് ഉൾപ്പെടെ കൊടുത്ത് ചെയ്തിരിക്കുക. എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു താമസം തുടങ്ങിയ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഓരോന്നും തുറന്നു കാണിക്കാനുള്ള നിർവാഹമില്ലാത്തത് കാരണം പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈവൻ ബോട്ടിൽ പുള്ളൗട്ട് സഹിതം നമ്മൾ ചെയ്തിരിക്കുന്നു. ലാമിനേറ്റ് ആണോ ചെയ്തിരിക്കുന്നത്? മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. WPC പ്ലസ് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇതില് പറഞ്ഞു വരുവാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? 2500 സ്ക്വയർ ഫീറ്റ് എടുത്തുണ്ട്. ടോട്ടൽ എത്ര ബഡ്ജറ്റ് തീർന്നിട്ടുണ്ടോ? ഇത് അറൌണ്ട് ഒരു 12 lakhs ആയിട്ടുണ്ട്. അതായത് WPC ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരി. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, ആർക്കി ഡ്രൈവില് ഇതും WPC തന്നെയാണോ? ഇത് മറൈൻ പ്ലൈവുഡ് ആണ്. കുറച്ചൊരു സ്ട്രോങ്നെസ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി. പിന്നെ മാത്രമല്ല ഇത് വെറ്റ് ഏരിയാസുമായിട്ട് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആണ്. സോ നമുക്ക് ഇത് ചെയ്താൽ മതിയായിരുന്നു. ചെയ്തിരിക്കുന്നു. ഇതിന്റെ എന്താ പറയാ, ഇവിടെ ലൈറ്റും ഒക്കെ കൊടുത്ത്. ഇത് ഏതാ വന്നിരിക്കുന്നത്? ഇത് ലൂവേഴ്സ് ആണ്. WPC ലൂവേഴ്സ് ആയിരിക്കും അല്ലേ? ആ ഗ്രീൻ ഷെയ്ഡിനോട് കണക്ട് ചെയ്ത് തന്നെ WPC ലൂവേഴ്സ് ചെയ്തിരിക്കുന്നു. വിത്ത് ലൈറ്റ് അടക്കം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയാസിൽ ഫുൾ WPC ആണ്. അതായത് ഈ കാണുന്നത് വാഷ് ഏരിയ ആണ്. വാഷിംഗ് ഏരിയ വരുമ്പോഴത്തേക്കും ഇതിന്റെ അകവശത്തൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും വെള്ളം വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെ, അവിടെയൊക്കെ WPC ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അകത്ത് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? അകത്ത് ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. ശരി. WPC ആണ് വേണമെന്നുണ്ട്. കാർക്കേസിനുള്ളിൽ ചെയ്യാതെ ഇരിക്കാം. പക്ഷെ അത് കാണുമ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടണം. അതെ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. മോസ്റ്റ്ലി യൂസ് ചെയ്തേക്കുന്നത് എല്ലാം 3 layer WPC ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുൾ 3 layer ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അകമേ ഒരു നമുക്കൊരു റഫ്നെസ് ഫീൽ ചെയ്യണുണ്ട്. അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 layerലേക്ക് ചെയ്യുന്നത്. നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ എടുക്കുന്നു. ഡിസൈൻ എടുത്തിട്ട് അവിടുത്തെ 3D വിഷ്വല് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നു. അവർ അപ്രൂവ് ചെയ്താൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറിയിൽ നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം ഈ പറഞ്ഞ പോലെ ഫൈനൽ സ്റ്റേജിലേക്ക് ആക്കുന്നു. ദെൻ എക്സിക്യൂഷൻ എല്ലാം. ഈവൻ സീലിംഗ് അടക്കം നമ്മളാണ് ഇവിടെ നമ്മള് ജിപ്സം കോവിലേറ്റ് ആയിരിക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതെല്ലാതെ ചെയ്യണമെന്നുണ്ട് അങ്ങനെയും ചെയ്യാം. ഇതൊരു കസ്റ്റമറിന് ഒരു സജഷൻ ഉണ്ടായിരുന്നു, കുറച്ച് കോവും കാര്യങ്ങളും ഡിസൈൻസ് വേണമെന്നുള്ളത് ഡൈനിങ്ങിലും ലഭിക്കണം. ഇനി നമുക്ക് TV യൂണിറ്റിലോട്ട് പോകാം. അടുത്ത TV യൂണിറ്റാ. TV യൂണിറ്റ് എനിക്ക് ഫുൾ ടെക്സ്ചർ ആയിരിക്കണം അല്ലേ? ബാക്കിൽ ടെക്സ്ചർ ആണ് പെയിന്റ് ചെയ്തേക്കുന്നത്. അതിലോട്ട് ഡയറക്റ്റ് നമ്മള് മറൈൻ പ്ലൈവുഡ് പ്ലസ് WPC വന്നിട്ടുണ്ട്. ലൂവേഴ്സ് എല്ലാം WPC വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജും കൊടുത്തു. ഒരു GSP ഷട്ടർ കൊടുത്തു. അതുപോലെ തന്നെ ബാക്കിൽ ഒരു പാനൽ, ഒരു ജസ്റ്റ് ഒരു കേർഡ് ആയിട്ടുമാണ് പാനൽ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഓപ്പൺ യൂണിറ്റ് കൊടുത്തു. അതിനൊരു ഷട്ടർ ഉള്ള ഒരു ക്ലോസ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിട്ട് വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ എന്നുള്ള കോൺസെപ്റ്റ്. ഇവിടെയാണ് നമ്മുടെ എന്താ പറയാ പ്രയർ യൂണിറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു അതിനുള്ളിലും
ടെക്സ്ചർ വന്നിരിക്കണം. അതെ, ടെക്സ്ചർ ഗ്രാനുവൽസ് ഉള്ളിൽ ടെക്സ്ചർ ഗ്രാനുവൽസ് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ തന്നെയുള്ള മറൈൻ പ്ലൈവുഡ്, അതുപോലെ തന്നെ PVC ബോർഡ് വന്നിട്ടുണ്ട്. CNC PVC ബോർഡാണ്. ഇത് PVC ബോർഡാണ് അല്ലേ? താഴെ പിന്നെ ലൈറ്റ് സ്പ്ലാഷ് ചെയ്തുകൊണ്ട് ചെറിയൊരു പെബിൾ ബോക്സും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അകത്ത് സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആക്ച്വലി ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ചുറ്റും WPC ലോയേഴ്സ്, ഈ സെയിം WPC ലോയേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്. ഇനി സീലിംഗ്. അതെ, സീലിംഗ് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ ജിപ്സം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജിപ്സം ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഇനി ബെഡ്റൂമിലോട്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ്. അതെ, ബെഡ് കോട്ട് നമ്മളതല്ലേ? അതെ. ഏതിലാണ്? ഇത് മറൈൻ പ്ലൈവുഡ് ആണ് ബെഡ് കോട്ട് ചെയ്തിരുന്നത്. മറൈൻ പ്ലൈവുഡ് രണ്ട് സൈഡിലും സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കുഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കുഷൻ പാക്കിംഗ് കൊടുത്ത ഒരു കുഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ടൻസ് എല്ലാം കട്ടൻസും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസൈൻസിൽ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് ഇവിടെ വരുന്നത് സ്ലൈഡിംഗ് വാർഡ്രോബാണ്. അതെ, എല്ലാ റൂമിലും സ്ലൈഡിംഗ് വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമിലും സ്ലൈഡിംഗ് വാർഡ്രോബ്. ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷനിലേക്ക് പോയിട്ടുണ്ട്. ഫാമിലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ തുറക്കുന്നില്ല. ഇത് വാർഡ്രോബ് എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ഹൈറ്റേ കൊടുത്തിട്ടുണ്ട്. അതെ, നോർമൽ ഹൈറ്റ് 2 ടണ്ണിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഇങ്ങനെ ഒരു ബീഡിങ് കൂടെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനൽസും കാര്യങ്ങളൊന്നും വിസിബിൾ ആവാണ്ടിരിക്കാൻ ഒരു ബീഡിങ് കൊടുത്തു ചെയ്തിരിക്കുന്ന. പിന്നെ നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ തന്നെ സീലിംഗ്, പ്ലെയിൻ സീലിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പ്രൊഫൈൽ ലൈറ്റ് ഫാൻ വരുന്നുള്ളൂ അല്ലേ? ഫാനിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ബെഡ്റൂം. അതെ, അപ്പുറം പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? മറൈൻ പ്ലൈവുഡ് തന്നെയാണ് കോട്ട് ചെയ്തേക്കുന്നത്. ഫുൾ മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കുഷനും കൊടുത്തിട്ടുണ്ട്. ചെയ്തിരിക്കുക. ഇവിടെ ചെറിയൊരു ബേവിന്റെ പോലെ പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ലൈറ്റും ലൈറ്റ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്. ഇവിടെയും നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ തന്നെ സ്ലൈഡിംഗ് വാർഡ്രോബാണ്. ഇത് ഏതാ? ഗ്ലാസ് അല്ലല്ലോ, അത് അക്രിലിക് ഷീറ്റ് ആണ്. അക്രിലിക് മിറർ ആണ്. അക്രിലിക് മിറർ ഇതിന്റെ മേളിൽ പേസ്റ്റ് ചെയ്തേക്കുവാണ്. സിംഗിൾ സൈഡ് അല്ലേ ഉള്ളൂ? സിംഗിൾ സൈഡ് ഉള്ളൂ. ഇവിടെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. എല്ലായിടത്തും സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ട റൂമിലുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. അതെ, ഒരു ബാക്ക് പാനലും കൊടുത്തിട്ടുണ്ട്. തേർഡ് ബെഡ്റൂം. അതെ, മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. താഴത്തെ സെയിം അല്ലേ? സെയിം ആണ്. ഇതില് കോമ്പോയും കാര്യങ്ങളെല്ലാം പോയപ്പോൾ സെയിം എല്ലാം തന്നെ. ഇതിനകത്ത് നമ്മൾ കാണിച്ച എല്ലാത്തിലും ഇതിൽ ഉൾപ്പെടെ എല്ലാത്തിലും സ്റ്റോറേജ് ഉണ്ട്. കോട്ടിന് നമ്മൾ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനിപ്പോൾ സ്റ്റോറേജ് വേണമെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് അപ്പ് ഏത് വേണം ചെയ്ത് കൊടുക്കാം. താഴെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ട സെയിം തന്നെ. എല്ലാം ഒരേ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ? ഒരേ സൈസിൽ അക്രിലിക് മിറർ കൊടുത്തു. ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ട സെയിം രീതിയിൽ തന്നെയുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എല്ലാം ഇതിലെ കളറും എല്ലാം ഒരേപോലത്തെ ഒരേ തീമിലാണ് പോയേക്കണേ. വുഡ് വൈറ്റ് കോംബോയിലാണ് പോയേക്കണേ. കിച്ചൺ മാത്രമാണ് നമ്മൾ ഡിഫറൻസ് കളർ കൊണ്ടുവന്നത്. ആ ഒരു ഗ്രീൻ ടച്ചിലേക്ക് കൊണ്ടുവന്നു. പാരറ്റ് ഗ്രീൻ. അത് പാരറ്റ് ഗ്രീൻ ആണ്. ഈ മുകളിൽ തന്നെ നമുക്ക് അപ്പർ ലിവിംഗിലായിട്ടൊരു വാഷിംഗ് ഏരിയ കൊടുത്തു. അതെ, ഇതും WPC തന്നെയാണ്. WPC തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. ഒരു വൈറ്റ് കളർ, അതിൽ വൈറ്റ് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് എക്സ്പോ നമ്മൾ വുഡ് കളർ തന്നെയാണ്. നാളെ ഒരു അവസരത്തിൽ ഇവർ മേളിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് മേളിൽ താമസിക്കുന്നവർക്ക് സൗകര്യത്തിന് നമുക്ക് സൗകര്യത്തിന് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയൊരു ഷൂറാക്കാണ് പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ സ്റ്റോറേജ് ആയിട്ട് ഫ്രെയിം ആൻഡ് ഷട്ടർ ആണ് ചെയ്തത്. ഒരു സ്ലാബ് ഓൾറെഡി ഉണ്ടായിരുന്നോണ്ട് അതിന്റെ താഴെ ഫ്രെയിം ആൻഡ് ഷട്ടർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബെഡ്റൂം. അതില് നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെ സെയിം പാറ്റേണിൽ കളർ തീമിൽ പോയിരുന്നു. ആ ഹെഡ് ബോർഡ് കുഷിന്റെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം. ക്യൂൻ സൈസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ അതെ, ബേവിന്റെ ഒരു പാനലിംഗ് ചെയ്തിട്ടുണ്ട്, കുഷൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു പ്രൊഫൈലായിട്ടും ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അപ്പുറം പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വുഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ലൈഡിംഗ് ആണ്. സ്ലൈഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലായിടത്തും കാണിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഫോൾ സീലിംഗ് ഇവിടെയും ചെയ്തിട്ടുണ്ട്, ചെയ്തിരിക്കുന്നു. പിന്നെ അപ്പുറം പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഒരുപോലെയാണ്, ഒറ്റ കോമ്പിനേഷൻ. പിന്നെ വാനിറ്റി ഏരിയ, ചെറിയൊരു ഏരിയ ഗ്ലാസ് പാർട്ടീഷനും വെറ്റേറിയൻ ഡ്രൈ ഏരിയ തിരിച്ചൊരു ഗ്ലാസ് പാർട്ടീഷനും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി കസ്റ്റമറുമായിട്ടൊന്ന് ഇരിക്കാം, അവരുടെ അഭിപ്രായം. ഒരു ചെറിയ ഫാമിലിയാണ്, പക്ഷെ അടിപൊളിയാണ്. അപ്പൊ എൻ്റെ ഒപ്പം ഈ വീട്ടുകാർ മുഴുവനുണ്ട്. സെൽവൻ സാർ നമസ്കാർ, അതുപോലെ സ്മിത മാഡം ഉണ്ട്, സെഫോ യെസ്, എനിക്ക് തെറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ട്. സെൽവൻ സാർ ഒരു പ്രവാസിയാണ്. ഓക്കെ. ഇവിടെ ഇത് ഇന്റീരിയർ ചെയ്യുമ്പോൾ വീട് വെക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് വിചാരിക്കുന്നു. ബന്ധുക്കളൊക്കെ അടുത്തുണ്ട്, പക്ഷെ ഇന്റീരിയർ ഒന്നുകൂടെ ഇത്ര അകലെന്ന് വിളിച്ചു 160 കിലോമീറ്റർ ദൂരത്തുനിന്ന് നിങ്ങൾ ഇന്റീരിയർ ചെയ്യാൻ ആളെ വിളിച്ചേക്കണം. അവർക്ക് പ്രൊജക്ട് നോക്കിയപ്പോൾ നമ്മൾ അവരെ വർക്കൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ട് അവർ ആ കാരണം കൊണ്ടാണ് അവരെ സെലക്ട് ചെയ്ത്
ആ ദൂരത്ത് നിന്ന് കൊണ്ടുവന്നത്. ഇത്രയും ദൂരത്ത് നിന്ന് കൊണ്ടുവന്നല്ലേ? ഒന്നും മടിക്കും, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിക്കാനായിട്ടുള്ള റീസൺ. അതിന് നമ്മൾ മടിയില്ലായിരുന്നു. അവർക്ക് വർക്കൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടിഷ്ടപ്പെട്ടിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടിരുന്നു. ഓ, അത് ഇഷ്ടപ്പെട്ടിരുന്ന അവർ ഇവിടെ വന്ന് വർക്ക് ചെയ്തപ്പോൾ അത്രത്തോളം നമുക്ക് ഭംഗിയായി. നമ്മളെ അനിയന്മാരെന്നൊക്കെ ലാസ്റ്റ്. ഓ അത് ശരി. അത് പറഞ്ഞു എൻ്റെ അടുത്ത്. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് എൻ്റെ അടുത്ത് ജോജി 2-3 വട്ടം പറഞ്ഞിരിക്കുന്നു. അവർ രണ്ടും നമ്മൾ അനിയന്മാരാണ്. ഓ ശരി. സ്മിത മാഡം, ഇപ്പോൾ എപ്പോഴും പുരുഷന്മാർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരിക ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ സ്വപ്നം നമ്മുടേതാണ്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും ഇതിനകത്ത് എത്തിയിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ഒരുപാട് എത്തി. ഓ, അടുത്ത തലമുറയാണല്ലോ. സഫാനിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയും? അല്ല, ഇത് ഇന്റീരിയർ പണി ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ലൈക്ക് സിമ്പിളായിട്ട് കിടന്നു. പക്ഷെ ഇന്റീരിയർ ചെയ്തതിനു ശേഷം ലൈക്ക് ലക്ഷറിയസ് ഒരു വൈബ് ഞങ്ങളെല്ലാവരും വിചാരിച്ചതിനെക്കാട്ടി എക്സ്ട്രീം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പപ്പയുടെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു വീട് കെട്ടണം. അപ്പോഴത്തേക്ക് ഇത് കെട്ടിയപ്പോഴത്തേക്ക് പപ്പയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയ്ക്ക് നന്നായിട്ടാവും. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം സാധിച്ചു തന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. സെറ്റാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ഡയലോഗിൽ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണ്. യെസ്. അപ്പോൾ വളരെ സന്തോഷം, ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഇടിച്ചു കയറാൻ എനിക്ക് സാധിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോജി. ഇതിപ്പോൾ നമ്മൾ എവിടെയൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂന്തുറയിലാണ്, തിരുവനന്തപുരത്ത് ഒരു കടൽ തീരത്തിന്റെ സൈഡാണ്. അത്രയും നമ്മൾ കോളം പോണ റൂട്ടില്ല. അതാണ്. തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് വരെ ചെയ്യുന്നുണ്ട്. എവിടെ വേണേൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ബേജാറ് വേണ്ട. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഡിസൈനാണ്. 3D ഡിസൈനിലേക്കാണ് ഫസ്റ്റ്ലി പോകുന്നത്. ഡിസൈൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ കസ്റ്റമർ. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നേരത്തോട്ട് പണ്ടോട്ട് ചെയ്ത ഒരു പാറ്റേണിൽ നിന്ന് എല്ലാവരും മാറി തുടങ്ങി. കാര്യം എങ്ങനെ വീട് വേണം എന്ന് അവർക്ക് എക്സാക്ട് ഒരു ഐഡിയ ഉണ്ട്. എല്ലാ ഒരു കസ്റ്റമേഴ്സ് വരുമ്പോഴും അവർക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ വീട് എക്സിക്യൂട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് ആ 3D ഡിസൈനിലൂടെയാണ് അവർക്ക് മനസ്സിലാവുന്നത്. വിഷ്വലി കാണുമ്പോഴാണ് ഇപ്പൊ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോഴും 2D ഡ്രോയിങ്സ് നോക്കാൻ അറിയാൻ പാടാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് വരുന്നു. ബട്ട് 3D കാണുമ്പോൾ നമുക്ക് വിഷ്വലി കാണുവാണ്, നമ്മളൊരു ഫോട്ടോ ഇമേജ് പോലെ കാണുവാണ് എന്റെ വീട് ഇങ്ങനെ വരും എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3D ആയിരിക്കും. അപ്പൊ 3D നമുക്ക് ആ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് പ്രോപ്പർ ആയിട്ട് ഐഡിയ കിട്ടും, എന്റെ വീട് ഇങ്ങനെ വരാൻ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ എക്സിക്യൂഷനും കാര്യങ്ങളെല്ലാം ഡിസൈൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു വീട് പൂർത്തിയാക്കി ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും പറയട്ടെ, കേരളത്തിൽ എവിടെയെന്നില്ല, എവിടെയും നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഫാക്ടറി എവിടെയാണെന്നൂടെ പറഞ്ഞു. ഫാക്ടറി നമ്മുടെ പൂക്കാട്ടുപടിയിലാണ്, കുഴുവേലിപ്പടി പൂക്കാട്ടുപടിയിലാണ് ഫാക്ടറി വരുന്നത്. നേരിട്ട് ഒന്ന് കാണാവോ? നേരിട്ട് വന്നാൽ കാണാം. നേരിട്ട് ഒന്ന് ഫാക്ടറി സന്ദർശിക്കാം. പ്രൊജക്റ്റുകൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് നേരിട്ട് കാണാൻ ചെയ്യാനും പറ്റും. എല്ലാ സൗകര്യവും സാഹചര്യങ്ങളും. അടുത്ത വീഡിയോയിൽ കാണാം. എടുത്തു പറയുന്ന സർവീസാണ്, വളരെ കൃത്യമായിട്ടുള്ള മികച്ച സർവീസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. വീണ്ടും കാണാം മികച്ചൊരു വീഡിയോ. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ.